ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈദ് ഹോളിഡേയ്സാണ്. ഏകദേശം ഒരു 10 ദിവസത്തോളം നമുക്ക് അവധിയുണ്ട്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഓരോ പരിപാടികളായിട്ട് ഇറങ്ങിയതാണ്. അതിലുപരിയായിട്ട് ഞങ്ങളുടെ പഴയൊരു ചാനൽ ഞങ്ങൾ പൊടി തട്ടി എടുത്ത് ഒന്ന് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണണം, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാൽമിയ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്, കുവൈറ്റിലെ. അവിടെ ഹോട്ടലിൻ്റെ പേര് എന്തായാലും ഫ്രീസ് വല എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അറബിക് ഡിഷസ് കിട്ടുന്നൊരു കടയാണ്, ട്രഡീഷണൽ അറബിക് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളവിടെ അറബിക് ഫുഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ടേസ്റ്റിൻ്റെ കാര്യമൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം നമ്മുടെ ആ ഒരു രീതിയിലൊന്നല്ലായിരിക്കില്ല ഈ അറബിക് ഫുഡൊക്കെ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഗൂഗിളിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ബെറ്റർ ഫുഡ് എന്താ പറയുക, അറബിക് അവരുടെ ഒതൻറ്റിക് ഫുഡാണ് കൊടുക്കുന്നത് അവിടെ നിന്നാണ് അതിനെ അറിയാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, പക്ഷെ അവരുടെ ആ ഒരു ആംബിയൻസും സെയിം നമ്മുടെ ട്രഡീഷണൽ അറബിക് ഒരു ആംബിയൻസിലാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഫോട്ടോസൊക്കെ അതിനകത്ത്. അത് മാത്രമല്ല, കുറച്ചുകൂടി നമുക്ക് റീസണബിൾ ആണ്. നമ്മൾ അറബിക് എന്നാണ് പറഞ്ഞാലും അത്ര ഒരു ഹെവി എക്സ്പെൻസ് ഉള്ള ഐറ്റംസ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നമ്മൾ താമസിക്കുന്ന അബ്ബാസിയാണ്, ജലീബ് അൽഷുവൈക്കിൽ അബ്ബാസിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ സാൽമിയ എന്ന ഭാഗത്താണ് ഈ ഹോട്ടലുള്ളത്. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റോഡൊക്കെ ഏതാ? അപ്പോൾ ഇവിടെ കുറേ ഓവർ ബ്രിഡ്ജൊക്കെ പുതിയ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ, കുറേ പുതിയ റോഡുകൾ. നോർമലി നമ്മൾ ഗൂഗിളിൽ നമ്മൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ യൂസ് ചെയ്ത് പോവുക. എല്ലാവരും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. റൂട്ടുകളും പോകുന്ന വഴികളും നമുക്ക് ഓൾറെഡി ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും മാപ്പ് യൂസ് ചെയ്തിട്ട് പോകുന്നത്. നിയറസ്റ്റ് മാക്സ് എന്ന് പറയുന്ന ഷോപ്പിൻ്റെ നിയറസ്റ്റ് ആണ് ഈ ഹോട്ടലുള്ളത്. ഇത് അമേരിക്കൻ സ്കൂളാണ് കേട്ടോ, അമേരിക്കൻ യുണൈറ്റഡ് സ്കൂള്. ഇത് നമ്മുടെ കുവൈറ്റിലുള്ളത്. ഈ പോകുന്ന വഴിക്കെല്ലാം കുറേ മരങ്ങൾ കാണാം. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞാൽ നിൽക്കണേ. പക്ഷേ നമ്മൾ വിൻ്റർ സീസൺ ആകുമ്പോഴത്തേനും നല്ല രസമാണ് കാണാൻ. ഈ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഈ മരങ്ങൾ വെച്ചിട്ടുള്ളത് കാണാനായിട്ട്. ഇത് ജുമൈറ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ, ബീച്ച് റിസോർട്ടായത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര ചൂടാണ്. ഒരു ഈവനിങ് ടൈമിൽ ഞങ്ങൾ ഇറങ്ങിയത് തന്നെ, ഒരു 4-4:30 ഇറങ്ങിയപ്പോൾ. അതുപോലെ നമ്മൾ ഈ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നമുക്ക് ഓൾറെഡി ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും ഇത് ഡിഷസ് എന്താണെന്നുള്ളതും അതുപോലെ അതിൻ്റെ എത്ര എക്സ്പെൻസ് വരുന്നുള്ളതും നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പോൾ വൺസ് ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ നോർമലി നമ്മൾ പിസ്സ ഹട്ട് അല്ലെങ്കിൽ KFC ഇതൊക്കെ എപ്പോഴും നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ അതൊന്ന് മാറിയിട്ട് ഒരു ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടിയിട്ട് നോക്കാം. അതൊരു ഹെൽത്തി ഫുഡ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടിയാണ്. എണ്ണ യൂസ് ചെയ്യാത്ത ഫുഡുകളാണ് കൂടുതൽ. അറബിക് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കബാബ്, ഗ്രിൽഡ് അങ്ങനത്തെ ഐറ്റംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ജസ്റ്റ് നമുക്കൊന്ന് വൺസ് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിലുകൾ ഞങ്ങൾ പറയാം. ഇപ്പോൾ ഈ കാണുന്നത് സാൽമിയയിലെ ബൊളിവാർഡ് ഗാർഡൻ്റെ ആ ഒരു സൈഡാണ് കേട്ടോ. ഇവിടെ ഒരു വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗാർഡനും അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. പക്ഷെ പാർക്കിംഗ് കിടക്കുന്ന ബാക്ക് സൈഡിലേക്ക്. അപ്പോൾ നിങ്ങൾ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പാർക്കിംഗ് സ്ലോട്ട് എത്തി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുക. എന്താവുന്നൊന്നറിയില്ല, ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇതാക്കി വരാം. കയറി കുത്തുവാളെടുക്കുമെന്നറിയില്ല. വീഡിയോയുടെ ക്ലാരിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങളൊരു ചാനലുണ്ടായിരുന്നു, അതിനൊന്ന് ഞങ്ങൾക്ക് തോന്നിയൊന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതെ, അവിടെ ട്രഡീഷണലായിട്ട് അവർ വണ്ടിയോ എന്തൊക്കെയോ വെച്ച് ഭയങ്കര ഡെക്കറേറ്റീവായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് അവർ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സ്റ്റാർട്ടർ പോലെ ഒരു സാലഡും അതിൻ്റെ ഒപ്പം തന്നെ ഇത് പിക്കിള്, ക്യാരറ്റ് പിക്കിളും പിന്നെ എന്തോ ചില്ലിയുടെ ഇതൊക്കെ ആയിട്ട് ഒരു ഇത് തന്നു. അപ്പോൾ ഞങ്ങൾ ചോദിക്കുക ജസ്റ്റ് അവരുടെ അടുത്ത്. അത് ഇന്ത്യൻ ആൾക്കാരാണ്, ഹിന്ദി അല്ലേ, നോർത്ത് ഇന്ത്യനാണെന്ന് തോന്നുന്നു. അവർ ഹിന്ദിയിൽ ഞങ്ങൾ ചോദിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണ്. ഇതാണ് കഴിക്കാൻ വേണ്ടി പോയത്. ഇത് സൂപ്പ്, ചിക്കൻ സൂപ്പ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതായത് ഈ റൊട്ടിക്കകത്ത്, ഈ ബേക്ക് ചെയ്ത റൊട്ടിക്കകത്താണ് സൂപ്പ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി പീസൊന്നും കാണാനില്ല.
നമ്മൾ നോർമലി നമ്മൾ കഴിക്കുന്ന ഒരു ചിക്കൻ സൂപ്പ് അല്ല, ഡിഫറെന്റ് ആയിട്ട്. പിന്നെ ഇതിന്റെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയും അതുപോലെ അതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്, ഡിഫറെന്റ് ആണ്. സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കാം ചിലപ്പോൾ ഒറിജിനൽ സൂപ്പ്, അറിയില്ല, നമുക്കറിയത്തില്ല. പക്ഷെ അപ്പൊ ഞങ്ങൾ ഇച്ചിരി ലെമണും ഇച്ചിരി പെപ്പറും സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് കഴിച്ചു നോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വൺസ് ട്രൈ ചെയ്ത് നോക്കാം. അധികം എക്സ്പെൻസീവ് ആവുന്നില്ല. 1 KD ഉള്ളൂ. 1 KD സൂപ്പുള്ളൂ. ഞാൻ കരുതി ഒത്തിരി എക്സ്പെൻസ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്താ പറയുക, നമുക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ ഒരു പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഇടയിൽ എന്താ വെച്ചാൽ നമ്മൾ ഒരു ഹോട്ടൽ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ വിലയിരുത്തും ഇതിനകത്ത് ഇത്ര എക്സ്പെൻസീവ് ആയിരിക്കും. ബിക്കോസ് എല്ലാ അറബിക് കസ്റ്റമേഴ്സാണ് അതിനകത്ത് പോകുന്നത്, കൂടുതലും കുവൈറ്റീസാണ് പോകുന്നത്. അപ്പം നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ വൺസ് ഒന്ന് വന്ന് ട്രൈ ചെയ്യണം. ഞാൻ വലിയ ഭയങ്കര സൂപ്പറാണെന്ന് പറയുന്നില്ല, നമുക്ക് വൺസ് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റംസ് ആണ് അവിടെ ഉള്ളത്. നോർമലി സൂപ്പുകൾ നമ്മൾ കഴിക്കുന്നത് ബോളിനകത്ത് കൊണ്ടുവരും. നമ്മൾ ബാക്കിയുള്ള സോസ്